My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഇന്ന് നമ്മളൊരു ഡീറ്റെയിൽഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, വെരി സൂൺ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചില മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ക്യാൻഡലിനോടാണോ, ഏത് സ്റ്റോൺ അല്ലെങ്കിൽ ഏത് നമ്പറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യുക. റിമെമ്പർ, ഇതൊരു സൈക്കിക് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട്, നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്യുക. ജെൻറിക് റീഡിംഗ് കൂടിയാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, ബിഫോർ ദ റീഡിംഗ് നമ്മൾ 21 ഡേ ലൈഫ് ചേഞ്ചിങ് ഹാബിറ്റ്സിൻ്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു 9th ബാച്ചാണ്. ഐ നീഡ് ടു ചെക്ക് ഇറ്റ്. സോ ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ആളുകൾ എടുക്കുന്നില്ല, വളരെ കുറച്ച് ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് എനിക്ക് ഈ തവണ വേണ്ടത്, എസ്പെഷ്യലി നമ്മൾ 2026 പോവാണ് അല്ലേ. സോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ 2026 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ബിൽഡ് ചെയ്യണം. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, വളരെ അത്ര ആഗ്രഹത്തോട് കൂടിയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, അങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ റീവയർ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് റീവയർ ചെയ്യാനോ, നിങ്ങളുടെ ബ്രെയിൻ റീവയർ ചെയ്യാൻ, നിങ്ങളുടെ ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാൻ, സ്ട്രോങ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്ന ആളുകളെ കണക്ട് ചെയ്യാനും, അവരുടെ കൂടെ ഈ ഒരു 21 ഡേയ്സ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യുക. 999 ആണ് നമ്മുടെ എൻറ്റയർ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. സോ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. 30th നവംബറിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് യു വെയിറ്റിംഗ് ഫോർ? നിങ്ങളുടെ ലൈഫ് റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് ജോയിൻ ചെയ്യൂ. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഹലോ ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, എന്തൊക്കെ മാറ്റങ്ങൾ വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാം, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ചാലഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്, സംതിങ് നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, യു നീഡ് ടു ഡീൽ വിത്ത് ദാറ്റ്, അല്ലേ? നിങ്ങൾ ആ കാര്യം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, റൈറ്റ്? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങളുടെ ഒരു പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ബിക്കോസ് അങ്ങനത്തെ ഒരു പ്ലേസിലേ നമുക്ക് ആ ഒരു കാര്യം സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടഫ് സ്റ്റേജ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബിക്കോസ് നമ്മൾ എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കണം, അല്ലെ? അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം, അത് പ്രിപ്പയർ ചെയ്യണം, അത് എഴുതണം, പാസ്സാവണം, അല്ലേ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൻ്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, സോ ഫൈനലി നിങ്ങൾ പല സമയത്തായിട്ട് നിങ്ങൾ ഒഴിവാക്കി വിട്ടിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പേടിച്ച് മടിച്ച് ഫേസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് ഒരു സ്റ്റേജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കണം. എപ്പോഴാണോ നിങ്ങൾക്കത് മനസ്സിലാവുക, ഈ ഒരു കാര്യം ഫിക്സ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന മേജർ ഡിസിഷൻ ആയിരിക്കാം, ചില പ്ലേസിൽ നിന്നുള്ള ചേഞ്ചസ് ആയിരിക്കാം. ഓക്കെ, സോ ചില ആളുകളിൽ നിന്നുള്ള മാറ്റങ്ങളായിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ, എയിംസ്, ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്യുന്നത് മൂമെന്റ്സ് ആയിരിക്കാം. ഓക്കെ, ഒരു പ്ലേസിൽ നിന്ന് മാറി നിൽക്കാനോ, അല്ലെങ്കിൽ ഒരു മെന്റൽ സിറ്റുവേഷന് ചേഞ്ച് വരാനോ ആയിരിക്കാം. ചില ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ തന്നെ ചില ഇമോഷൻസിനോടായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അത് എങ്ങനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ഈ ഒരു സമയം. ഓക്കെ, സോ I'm really happy for you, group number 1.
ബിക്കോസ് എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ അവെയർ ആവുന്ന ആളുകളെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ സെൽഫായിട്ട് പുഷ് ചെയ്യുക, ഒരു ഫോഴ്സ് കൊടുക്കുക മാറ്റത്തിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ ലൈഫിന്റെ ആ ഒരു ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി വിടുന്നതിന് പകരം ഫേസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, അങ്ങനത്തെ മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് വെരി സൂൺ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കത് മനഃപൂർവ്വം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നുള്ളതല്ല. ഓക്കെ, മേ ബി നിങ്ങളുടെ സോളിന് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാനായിരിക്കാം ഇങ്ങനത്തെ ഒരു ടഫ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, എന്താണോ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന എന്തൊരു മേജർ സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്പിരിച്വൽ ചേഞ്ചസ് ആയിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യലി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചില മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്ക് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പാഷൻ, പേർപ്പസ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഏരിയാസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പേർപ്പസ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ ആക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്താണ് എൻ്റെ പാഷൻ, എന്താണ് എൻ്റെ പേർപ്പസ് എന്നുള്ളത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ കൂടുതൽ ഡിസിപ്ലിൻ ആക്കുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബെറ്റർ ആയിട്ടുള്ള ഹാബിറ്റ്സ് തുടങ്ങുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, ബിക്കോസ് ഈ ഒരു മാറ്റം നിങ്ങൾ കൂടുതൽ അലോ ചെയ്യുന്നത് വലിയ വലിയ മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ മേജർ ആയിട്ടുള്ള ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടി വരുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ജോബിന് വേണ്ടി, നിങ്ങളുടെ ലൈഫിന് വേണ്ടി, റിലേഷൻഷിപ്പിന് വേണ്ടി പല പല ഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ഷൻസ് അവിടെ എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക, ചെറിയ ചെറിയ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. അത് അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഒരു ദിവസം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക. ഓക്കെ, സോ ഇനി ബാക്കി എത്ര ദിവസം ഉണ്ടോ ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, ഇനി എത്ര ദിവസം ഉണ്ടോ ഓരോ ദിവസവും വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നുള്ളത്, ബട്ട് ആക്ഷൻസ് അവിടെ ഉണ്ടാവുന്നില്ല. സോ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട സെൽഫ് ലവ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ബിക്കോസ് നിങ്ങൾ ഓരോ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലെയറിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുത്തു വരികയാണ്. ഓക്കെ, ഓരോ ഫിൽറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്. റിലേറ്റ് ചെയ്യാം ഓരോ ആക്ഷനും, നിങ്ങളുടെ ഓരോ ഡിസിപ്ലിൻ ആയിട്ടുള്ള ആക്ഷൻ, ഓരോ ഹാബിറ്റും അത്ര ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ആക്ഷനിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. ചെറിയ ചെറിയ ഡിസിപ്ലിൻ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കാം, രാവിലെ നിങ്ങൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ചില കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കാം. സോ ലൈഫ് കുറെ കൂടെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ആക്ഷനും, നിങ്ങളുടെ ഓരോ ചിന്തകളും വൈസായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ഷൻ ആണ്, നിങ്ങളുടെ സൈലൻസും ആണ്. സോ നിങ്ങൾ വളരെ കുറവായിരിക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ പാറ്റേണിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളോ ഒരുപാട് സംസാരിക്കുന്ന ആളുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുറെ കൂടെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി സൈലൻസ് നിങ്ങൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക്. ചില ആളുകൾ മൗനവ്രതത്തിലേക്കൊക്കെ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല, റൈറ്റ്? ആൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് സൈലന്റ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചില ചിന്തകൾ ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, റൈറ്റ്? അതിങ്ങനെ ആലോചിച്ച് നമ്മൾ കാട് കയറി പോകുന്നുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ചില തോട്ട്സ് സൈലന്റ് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് മെയിൻലി സംഭവിക്കുന്നത് നിങ്ങൾ ചില ആക്ഷനിലേക്ക് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പ്രവൃത്തിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്
നിങ്ങൾ ഇനീഷ്യലി ഇതുപോലുള്ള തോട്ട്സിന് നിങ്ങൾ ചെവി കൊടുക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അത് സ്ലോലി നിങ്ങൾ ബോദർ ചെയ്യാതെ ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിന്നൊരു ഡിറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് നാച്ചുറലി സംഭവിക്കുന്നതായിരിക്കാം. ഇത് നിങ്ങൾ പ്രഷർ കൊടുത്തിട്ടോ ഫോഴ്സ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആക്ഷനിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ ചെറിയ സ്റ്റെപ്പും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിപ്പിച്ചു തരും ഈ ഒരു സമയം, നിങ്ങൾ പോകുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓരോ ചെറിയ ആക്ഷനും, നിങ്ങളുടെ ഓരോ ചെറിയ ഡിസിപ്ലിനും, നിങ്ങളുടെ ഓരോ ചെറിയ തീരുമാനങ്ങളും നിങ്ങളുടെ ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ചില മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ ലൈഫ് ലീഡ് ചെയ്യുക, അതായത് നമുക്ക് പെട്ടെന്നാണ് ആളുകൾക്ക് റിസൾട്ട് വേണ്ടത്, അല്ലേ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ ചെറിയ ചെറിയ ആക്ഷൻ പോലും, അല്ലെങ്കിൽ ചെറിയ ചെറിയ അനക്കങ്ങൾ പോലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് തന്നെയായിരിക്കാം നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഒരുപാട് കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഫിക്സ് ചെയ്യാതെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്ത് ഇതുപോലെ പതുക്കെ നിങ്ങളത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഇൻറ്റൻസ് കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തൊടാതെ വെച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ തലേന്ന് ഇറക്കി വെക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ചിന്തകൾക്ക് പോലും അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതുപോലും അവിടെ സൈലൻസ് ആവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ വളരെ ബ്ലെസ്സിങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് നിങ്ങൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്തിൽ നിങ്ങൾക്കിത് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഒരു കൂമ്പാരമായിട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളത് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ വീടുമായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ വീട്, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ്, നിങ്ങൾ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതും അതാണ്. ഓക്കെ, എന്തോ ഒരു കാര്യം നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂമ്പാരം പോലെ വെച്ചിട്ടുണ്ട്, അത് എന്താന്നുള്ളത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ചില ആളുകൾക്ക് അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം, തുണികളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നിങ്ങൾ യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, നിങ്ങൾ ഉറങ്ങുന്ന പ്ലേസ് ആയിരിക്കാം. സോ അവിടെ ചില മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, അവിടെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്, ഫിനിഷ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 1, വാട്ട്സ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾ വെയർ ചെയ്യുന്ന ചെരുപ്പ്, ഓക്കെ, നിങ്ങളുടെ പാദരക്ഷ, അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ ചെരുപ്പിട്ട് നടന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, നിങ്ങളുടെ ജോബിൽ, നിങ്ങളുടെ പേർപ്പസിൽ, നിങ്ങളുടെ പാഷനിൽ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ, അതായത് സാധാരണ ചെരുപ്പിട്ടിട്ട് നടന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് വെയർ നിങ്ങൾ ധരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. ഓക്കെ, അത് എടുത്തു പറയാൻ കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള ചില കാര്യത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ മാറ്റം വേണം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ അത് നിങ്ങൾ പുതിയതായിട്ടൊരു ജോബിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം, ഓർ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഇതുപോലെ ഉയർത്തുന്നുണ്ട്, നിങ്ങളുടെ മെന്റാലിറ്റി ഇതുപോലെ റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലും നിങ്ങളുടെ ഒരു സ്റ്റൈലിലും നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അത് ഹെയർ കട്ടിങ് മുതൽ നിങ്ങൾ ധരിക്കുന്ന പാദരക്ഷകൾ വരെയാണ്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ അടി മുതൽ മുടി വരെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളത് കമന്റ് ചെയ്യുക, നിങ്ങൾ എന്താണോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാറ്റം ഉണ്ട്, നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റ്സിൽ പെർഫോം ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ജോബ് തന്നെ ആയിരിക്കണം, ഫൈനാൻഷ്യലി ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്തെന്ന് നിങ്ങൾക്കൊരു ബെറ്റർ ഫൈനാൻഷ്യൽ പ്ലേസിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത്
ക്യാഷിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക, വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കുക, വളരെ സന്തോഷമായിട്ട് എടുക്കുക. ഈവൻ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു ഫൈനാൻഷ്യൽ സോഴ്സ് ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കുക. ആ ഒരു ആഗ്രഹം നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലിയും കാര്യങ്ങൾ കുറച്ചുകൂടെ ആക്ഷനിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആണോ പെണ്ണോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു മാസ്കുലിൻ പവർ ആണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. അതായത് ആക്ഷൻ കൊണ്ടുവരിക, നിങ്ങൾ ചെയ്യുന്നതിൽ ആക്ഷൻ കൊണ്ടുവരിക. ഓക്കെ, സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത്. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹയർ പവർ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ എന്തോ ഒരു വലിയ കാര്യം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അതിൻ്റെ ചെറിയ ചെറിയ ഫോമിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ലൈഫിൽ കിട്ടുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലവ് ലൈഫിൽ ആഗ്രഹിക്കുകയാണ്, വളരെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, സ്നേഹിക്കുന്ന ആളുകൾ, സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്, റൈറ്റ്? സോ ആ ഒരു സമയത്ത് ചെറിയ ചെറിയ ആക്ഷൻസ്, ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു കൈൻഡ്നെസ്, അങ്ങനത്തെ ഒരു ഇഷ്ടം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന സമയത്ത് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കാം. ബിക്കോസ് അതാണ് നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ചെറിയ ചെറിയ കഴിവുകളാണ്. ഓക്കെ, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ വൈസായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റിയും പറയുന്ന കാര്യത്തിന് ഒരു പവറും ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ സംസാരിക്കാൻ പേടിയോ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഇനീഷ്യലി പ്രിറ്റൻഡ് ചെയ്യാം. ഓക്കെ, സംസാരിക്കാനുള്ള അവസരങ്ങളിലേക്ക് നിങ്ങൾ വരിക. വേണ്ട പ്ലേസിൽ വരുന്ന സമയത്ത് ചില പ്ലേസിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക, ഇമോഷൻസിന് വേണ്ടിയിട്ട്, അതായത് ലൈക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇൻസ്റ്റേഡ് സ്നേഹം നിങ്ങൾ അനുഭവിക്കുക. ഗ്രൂപ്പ് നമ്പർ 1 ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ യാചിക്കുകയോ സംസാരിക്കുകയോ കൺവിൻസ് ചെയ്യാതിരിക്കുക. അവിടെ നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളുടെ മേലെ കാണിക്കുന്നത് പോലെ, അതായത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ. ഓക്കെ, നിങ്ങളുടെ മേലുള്ള ഒരു ഓണർഷിപ്പ്, എക്സാക്ട്ലി. ഓക്കെ, ദാൻ ലീഡർഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഒരു ഓണർഷിപ്പ് ആണ് നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ് ആയിരിക്കാം, കഴിഞ്ഞു പോയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരുപാട് ആലോചിക്കുന്നതായിരിക്കാം, ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾ പറഞ്ഞിട്ടുള്ള ആ ഒരു അവരുടെ വാക്കുകളിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൺവിൻസ് ചെയ്യാതിരിക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇൻസ്റ്റേഡ് ഈ ഒരു സമയത്ത് എവിടുന്നാണോ നിങ്ങൾക്ക് സ്നേഹം വരുന്നത് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആക്ഷൻ, ആരാണോ നിങ്ങൾക്കത് ആക്ഷനിലൂടെ തരുന്നത് അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആരാണോ നിങ്ങൾക്കത് ഫിസിക്കലി തരുന്നത് ഓർ ആക്ഷനിലൂടെ തരുന്നത്, അത് മാത്രമാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വൈസായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സമയം അപ്രോച്ച് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും ക്ഷമയോട് കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ധൃതി കാണിക്കുന്നില്ല. മേ ബി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെ, ഒട്ടും ക്ഷമയില്ലാത്ത ആളുകളായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് വളരെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കാനും, നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്താനും. നിങ്ങൾ ചില അവസ്ഥയിൽ കൂടെ പോകുന്നത് അവിടുന്ന് മാറ്റങ്ങൾ ഉണ്ടാവാനും നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് സമയം കൊടുക്കുന്നുണ്ട്. അഗെയിൻ ഇത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ട ഒരു കാര്യമാണ്, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പ്രോബബ്ലി ലൈക്ക് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കാർഡല്ല, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, എന്ത് ആക്ഷനാണോ നിങ്ങൾ എടുക്കുന്നത്, അത് ഇറ്റ്സ് ലൈക്ക് അത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അതാണ് ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, അത് ആ ഒരു പെയിൻ, ആ ഒരു സ്ട്രഗിൾ, ആ ഒരു കാര്യം, ആ ഒരു ബ്ലെസ്സിങ്, ആ ഒരു എന്താണോ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വരേണ്ടത്, അത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാവേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്, അതിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇതുപോലുള്ള പല ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്. ഗ്രൂപ്പ് നമ്പർ 1 എക്സാക്ട്ലി.
ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിലെ കോൺഫ്ലിക്റ്റ്, നിങ്ങൾ ഈ ഒരു സമയത്ത് ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലെ ചാലഞ്ച്, അത് വേണം ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി. ഓക്കെ. സോ പ്രോമിസ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 1 പ്രോമിസ് ചെയ്യുക. നിങ്ങളെടുത്ത് പ്രോമിസ് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പ്രോമിസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ. പ്രോമിസ് ദാറ്റ് നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തകളെ ഇനി ഫീഡ് ചെയ്യില്ല. അതെന്തും ആയിക്കോട്ടെ, ആവശ്യമില്ലാത്ത ഒരാളെ പറ്റി നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾ സെർവ് ചെയ്യാത്ത ഒരു ചിന്തകളും ഒരു കാര്യങ്ങളും ഒരു ഇമോഷൻസും ഒരു സിറ്റുവേഷനും നിങ്ങൾ ഫീഡ് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ പ്രോമിസ് ചെയ്യാം. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് ചില ഇമോഷൻസ് ഉണ്ടായിരിക്കണം, പക്ഷെ അത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾ സെർവ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ മേലെ ഒരു ഓണർഷിപ്പ് നിങ്ങൾ കാണിക്കുക. ഓരോ ചെറിയ സ്റ്റെപ്പും ഈ ഒരു സമയത്ത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഓരോ ചെറിയ സ്റ്റെപ്പും നിങ്ങൾ എടുക്കുക എന്നുള്ളത് പ്രോമിസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ മനസ്സിലാക്കും ആ ഒരു ചെറിയ ചെറിയ സ്റ്റെപ്സ് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ആ ഒരു ടൈമിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റഡ് ആക്കുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യും നിങ്ങളുടെ ഒരു ചെറിയ ചെറിയ ആക്ഷൻ എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആണെന്നുള്ളത്. ഓക്കെ. സോ അത് ചില പ്ലേസ് ഒന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം, അത് ചില ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടുവെപ്പും ആയിരിക്കാം. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു ഡെസ്റ്റിനി ഉണ്ട്. ഓക്കെ. സോ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അത് ഇറ്റ്സ് ലൈക്ക് എ വെരി ഹ്യൂജ്. ഓക്കെ. അത് വളരെ വലിയൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുള്ളത്. ഓക്കെ. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റമായിക്കോട്ടെ, ഫൈനാൻഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. സോ ഫൈനാൻഷ്യലി വലിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. സോ ജോബൊക്കെ നോക്കുന്ന ആളുകൾ വളരെ സമാധാനത്തോട് കൂടിയിട്ട് ജോബ് നോക്കുക. ഡോണ്ട് ഗീവ് അപ്പ്. എന്താണോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത്, എക്സാം ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്ത് അവസ്ഥയാണോ നിങ്ങൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഗ്രൂപ്പ് നമ്പർ 1 യു വിൽ വിൻ ഇറ്റ്. ഓക്കെ. നിങ്ങളത് ഓവർകം ചെയ്യും, നിങ്ങളത് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യും. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഓക്കെ. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ക്ലെയിം ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2. ഹലോ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ഫ്രം മൈ സ്പിരിറ്റ്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. സോ നിങ്ങൾ വളരെ വളരെ ചില്ലായിട്ടുള്ള ആളുകൾ ഗ്രൂപ്പ് നമ്പർ 2, അല്ലെങ്കിൽ ഈ സമയം വളരെ കൂളായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. വളരെ ലൈഫ് അങ്ങനെ നിങ്ങൾ സീരിയസ് ആക്കി എടുക്കില്ല. മേ ബി അത് തന്നെയായിരിക്കാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് വരുന്ന സമയത്ത് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് ലൈഫ് ഒരു കുറച്ചുകൂടെ ഫണ്ണായിട്ടും കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടും കുറച്ചുകൂടെ കാമായിട്ടും അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡസൻറ്റ് മാറ്റർ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾ കുറേ കൂടെ ഫണ്ണായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. ഓർ നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ വളരെ മെച്ചുവേർഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിനെ പോലെ സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പാനിക് ആക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ പോലും വളരെ ആലോചിച്ച്, അല്ലെങ്കിൽ വളരെ റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചില ആക്ഷൻസ്, തീരുമാനങ്ങൾ, കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ ഈ ഒരു സമയത്ത് ആളുകൾ നിങ്ങളെ ഗുരു ആയിട്ട് കാണും. ടീച്ചർ ചോദിക്കും നിങ്ങളടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ അഡ്വൈസ് മാറ്റർ ആവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും കുറച്ചുകൂടി ഒരു ബെറ്റർ റെസ്പോൺസിബിലിറ്റി വർക്ക് റിലേറ്റഡ് ആയിട്ട് കിട്ടാനും നിങ്ങളത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ വർക്ക് പ്ലേസിൽ പോകുന്ന സമയത്ത്, നിങ്ങളുടെ ക്ലയൻസിനെ കാണുന്ന സമയത്ത്, നിങ്ങളുടെ സ്റ്റുഡൻസിനെ കാണുന്ന സമയത്ത്, ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് സ്റ്റുഡൻറ്റ്, ബിക്കോസ് നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. ഓക്കെ. നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ജന്മന, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവെന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ കമൻറ്റ് ചെയ്യുക. വളരെ ചെറിയ പ്രായത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ
നിങ്ങൾ എത്ര ആളുകൾക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ചില കഴിവുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനോ അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ വളരെ സ്പോണ്ടേനിയസ് ആവുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നതിലും പറയുന്നതിലും. നിങ്ങളുടെ ഹ്യൂമർ സെൻസ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ടൈമിൽ നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുപാട് അറ്റൻഷൻസ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം, ഒരുപാട് ആളുകളെ എൻഗേജ്ഡ് ആക്കാനും എൻ്റർടൈനും ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആളുകളായിരിക്കാം, റൈറ്റ്? സോ അതൊക്കെ വീണ്ടും തിരിച്ചു വരികയാണ്. സോ നിങ്ങൾക്ക് പ്രോബബ്ലി ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ പല പ്ലേസിൽ പോകുന്ന സമയത്തും അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളെ തേടി ചില കാര്യങ്ങൾ വരും. ഈവൻ നിങ്ങൾ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോവാണ്, അവിടെ നിങ്ങളെ തേടി ആളുകൾ വരും, നിങ്ങളടുത്ത് സംസാരിക്കും ആളുകൾ, നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ലൈക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ നിങ്ങളോട് പറയും, അവരുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറയും. നിങ്ങൾ അങ്ങനെ ആരുടെയെങ്കിലൊക്കെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ വരുന്ന ഈ ഒരു ടൈമിൽ. സോ നമുക്ക് ലെറ്റ്സ് കൗണ്ട് ഈ മാസം ഡിസംബർ മാസം. ഓക്കെ, സോ ഈ ടൈമിനുള്ളിൽ നിങ്ങൾ അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ക്ഷണം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയുടെ ഭാഗമായിട്ട് ചില ആളുകളുടെ വീട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2. സോ ചില ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം നിങ്ങൾ പോകുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളൊരു പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കേണ്ട സമയം കൂടിയാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഇതുപോലത്തെ ചില പെയിൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് കം ടു റിലേഷൻഷിപ്പ്. നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകളാണ്, അവിടെ നിങ്ങളൊരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ വേറെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തരുന്നുണ്ടായിരിക്കണം, റൈറ്റ്? ചില പ്ലേസിൽ നിങ്ങളായിരിക്കാം ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരിക്കാം, റൈറ്റ്? സോ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ ചില കാര്യത്തിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വരുന്ന സമയത്തായിരിക്കാം അത് നിങ്ങൾക്ക് ചില ഒളിച്ചോട്ടം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ അത് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടി നിൽക്കുന്നതായിരിക്കാം, ഓർ ചില കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ചില പ്രോബ്ലംസ്, ഓർ റെയർലി ചില ആളുകൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം. സോ നിങ്ങൾക്കൊരു പ്രശ്നം ഫേസ് ചെയ്യാൻ സ്ട്രഗിളായി നിങ്ങൾ മാറിപ്പോവാണ്, വേറെ സ്ഥലത്ത് പോവാണ്, യാത്ര ചെയ്യാണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലം, നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ചില മാറ്റങ്ങൾ, അങ്ങനെ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫേസിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? നിങ്ങളുടെ ആ ഒരു ഓതന്റിക് നേച്ചർ, നിങ്ങളുടെ ആ ഒരു ഫൺ നേച്ചർ, നിങ്ങളുടെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആ ഒരു നേച്ചർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, എവിടെയാണോ നിങ്ങളെ ഫിക്സ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്ലേസിൽ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിങ്ങളെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, എസ്പെഷ്യലി നിങ്ങൾ റിലേറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിന്നിട്ടുള്ളതെങ്കിൽ അവിടുന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് വരും. ബിക്കോസ് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യത്തിനോടുള്ള ഇഷ്ടമോ, നിങ്ങൾക്ക് ചില കാര്യത്തിനോടുള്ള അറ്റാച്ച്മെന്റോ, ചില കണക്ഷനോടുള്ള അറ്റാച്ച്മെന്റോ ആയിരിക്കാം ചില പ്ലേസിൽ നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങളെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? നിങ്ങൾക്കറിയാം, നിങ്ങൾ റിലേറ്റ് ചെയ്യുക, ലവ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ചില ആളുകൾക്ക് നിങ്ങൾ പോകുന്ന അവസ്ഥ വേറെ വേറെ ആയിരിക്കാം. ഓക്കെ, ബട്ട് എവിടെ നിങ്ങളെ ഫിക്സ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്കറിയാം ചില പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമായിട്ടുണ്ടാവും, അല്ലേ? നിങ്ങളുടെ സമയം നഷ്ടമായിട്ടുണ്ടാവും, റൈറ്റ്? നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട് റൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണം, ഗൈസ്, റൈറ്റ്? നിങ്ങളത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളും നേച്ചർ ആവണം, അല്ലെ? നിങ്ങൾക്കത് പരിപാലിക്കാൻ സാധിക്കണം, റൈറ്റ്? അതായത് നിങ്ങളൊരു കാര്യം കിണറ്റിലെ വെള്ളം പോലെയാണ്, നമ്മൾ എത്രമാത്രം എടുക്കുന്നോ അത്രമാത്രം അത് വരണം, അല്ലെ? വീണ്ടും ഉണ്ടാവണം. അങ്ങനത്തെ പ്ലേസിലാണ് നിങ്ങൾ സെർവ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്,
സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ നിൽക്കുന്ന ചില പ്ലേസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചില പ്ലേസ്, നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ചില പ്ലേസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ നിങ്ങളെ നേച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ അവിടെ പരിപാലിക്കപ്പെടുന്നില്ല. നിങ്ങൾ അങ്ങനെ പരിപാലിക്കപ്പെടുന്ന സമയത്താണ് നിങ്ങൾക്കും വീണ്ടും വീണ്ടും കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുക, അല്ലെ? ആളുകൾക്ക് നിങ്ങളുടെ സർവീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്നേഹം ആയിക്കോട്ടെ, നിങ്ങളുടെ എഫേർട്ട്, എനർജി എന്തും ആയിക്കോട്ടെ, റൈറ്റ്? ഇങ്ങനത്തെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മെയിൻലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കമ്മിറ്റ്മെന്റ് ഫ്രീ ആവുന്നുണ്ട്. നിങ്ങൾ ചില അൺവാണ്ടഡ് കമ്മിറ്റ്മെന്റിന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്സിലേക്കാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ചില പ്ലേസിൽ ചില ആളുകളോട് ഉള്ളൊരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു നിങ്ങൾ പല പ്ലേസിലും സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള ഒരു റീസൺ. ചില കണക്ഷനോടുള്ള കമ്മിറ്റ്മെന്റ്സ്. കമോൺ ഗൈസ്, ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കണക്ഷൻ, ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ്, ഇങ്ങനത്തെ പേരും പറഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, അങ്ങനത്തെ ഐഡന്റിറ്റി കൊടുക്കാതിരിക്കുക. അത് ഇന്നും ആയിക്കോട്ടെ, ഈവൻ അവർ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു കാര്യം, അങ്ങനത്തെ ഒരു ലേബിൾ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ആവശ്യമില്ലാത്ത കണ്ടീഷൻസ് റിലേഷൻഷിപ്പിൽ വെക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ്സ് കാണിക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എനിക്കറിയാം ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത് ആർക്കൊക്കെയോ എവിടേക്കോ ഒരു ഇൻസൈറ്റ് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യും. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ആ ഒരു ചില പ്ലേസിനൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഡിറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. സോ ഞാൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്കത് പുതിയൊരു ഇൻസൈറ്റ് തരുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്ന ഒരു കാര്യമായിരിക്കാം, ഓർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡബിൾ കൺഫർമേഷൻ ആയിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി ചില കൺഫർമേഷൻ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, റൈറ്റ്? സോ നിങ്ങളുടെ ആ ഒരു ഓറ തിരിച്ചു വരണം ഗൈസ്, നിങ്ങളുടെ ആ ഒരു എനർജി തിരിച്ചു വരണം, റൈറ്റ്? ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് അങ്ങനത്തെ ഒരു പ്ലേസിലാണ്, അങ്ങനത്തെ ആളുകളുടെ കൂടെയാണ്, അങ്ങനത്തെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ബി യുവർ സെൽഫ്, എൻജോയ് യുവർ സെൽഫ്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എസ്കേപ്പ്. ഓക്കെ, കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ട കാര്യമില്ല ചില പ്ലേസിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാറ്റം, ആ ഒരു തിരിച്ചറിവ്, കാലം മുന്നോട്ട് വരുന്നുണ്ട്, സമയം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ടൈം നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിംഗ് പവർ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ നേച്ചർ ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ എനർജിയിൽ വരുന്നുണ്ട്. വെദർ നിങ്ങൾ മെയിൽ ഫീമെയിൽ ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവ് പവറിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഐ റിയലി ലവ് ദാറ്റ് ഗൈസ്. സി, സച്ച് എ പവർഫുൾ എനർജി ഇറ്റ് ഈസ്. നിങ്ങൾ ക്രിയേറ്റർ ആണ്. ഓക്കെ, ഈ വരുന്നൊരു ടൈം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാണ്, നിങ്ങളെല്ലാം പിടിച്ച് കൊണ്ടുവരികയാണ്. അതായത് എവിടേക്കോ ഫെയ്ഡായി പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്, വീണ്ടും എടുത്ത് പൊടി തട്ടി വളരെ ക്ലെൻസ്ഡ് ആക്കുകയാണ്. വാട്ടർ എലമെന്റ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ബിക്കോസ് അത് നിങ്ങളെ കൂടുതൽ ക്ലെൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് വെള്ളം കുടിക്കുന്നത് നിങ്ങൾ നല്ലതാണ്, വെള്ളമുള്ള സ്ഥലത്ത് പോയി നിൽക്കുന്നത് നല്ലതാണ്. ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ വെരി സൂൺ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നത് മേ ബി ഏതെങ്കിലും വെള്ളമുള്ള സ്ഥലത്തായിരിക്കാം, വെള്ളത്തിന്റെ ഒരു സമൃദ്ധി ഉള്ള ഒരു സ്ഥലത്തായിരിക്കാം, റൈറ്റ്? അങ്ങനെയുള്ള ആളുകൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഫോർ ഷുവർ ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ ഒരുപാട് ക്ലെൻസ്ഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഫെമിനിൻ എനർജി. ഓക്കെ, സോ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നത് കൊണ്ടാണ് ആളുകൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആളുകൾ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഫെമിനിൻ, ഒരുപാട് അട്രാക്റ്റഡ് ആവുന്ന ഒരു എനർജിയാണ് ഫെമിനിൻ എനർജി, അല്ലെങ്കിൽ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെയൊരു കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് വീണ്ടും ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഓർ നിങ്ങൾക്കത് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ശരിതെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തിരുത്താൻ സാധിക്കുന്നുണ്ട്, അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട്. സി, നിങ്ങളുടെ ആളുകൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്. ഇത് അഗൈൻ നിങ്ങളെ സ്വയം റീകണക്ട് ചെയ്യാണ്. നിങ്ങളുടെ ആ ഒരു ഓത്തന്റിക് എനർജി, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫെമിനിൻ എനർജി, നിങ്ങളുടെ ചില ടാലൻസ്, ഇതൊക്കെയാണ് നിങ്ങൾ ഗ്യാദർ ചെയ്യുന്നത്. അവിടെയാണ് റീകണക്ഷൻ ഉണ്ടാവുന്നത്, ആളുകളുമായിട്ടല്ല. ഓക്കെ, അവിടെ ആളുകളുമായിട്ടും റീകണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഒരു ഓത്തന്റിക് എനർജിയിലേക്ക് വരുന്ന സമയത്ത് ആ എനർജി സിങ്ക് ആവുന്ന, കണക്റ്റഡ് ആവുന്ന, അതിൽ ഇൻസ്പയർഡ് ആവുന്ന ആളുകൾ, അതായത് നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? യാത്രകൾ ഉണ്ടാവുന്നുണ്ട്, ചില ആളുകളുടെ വീടുകളിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്, ചില ആളുകൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കൊരു വാം വെൽക്കം ഉണ്ടാവുന്നുണ്ട് ചില പ്ലേസിലേക്ക് വരാൻ. ഗ്രൂപ്പ് നമ്പർ 2, come on guys, see,
we talked about feminine energy, the Empress, crypt number 2. See, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത്, റൈറ്റ്? ആൻഡ് അഗെയിൻ ദ വാട്ടർ എലമെന്റ്. ചില ആളുകൾ നൈറ്റ് ഷിഫ്റ്റിലേക്ക് വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾ കുറച്ചുകൂടെ എനർജീസ് കണക്ട് ചെയ്യുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾ ഗ്രഹങ്ങളെ പറ്റിയിട്ടൊക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് സയൻസ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഡിവൈൻ സയൻസ് നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ത്രൂ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, ആകാശത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. നൈറ്റിൽ നിങ്ങൾ വളരെ ആക്റ്റീവാണ്, അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങളുടെ പവർ വളരെ ആക്റ്റീവാണ്. ഓക്കെ, സോ ആൻഡ് നൈറ്റിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നൈറ്റിൽ നിങ്ങൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഡിസയർ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് റൈറ്റ് ആയിട്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഇത് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നൈറ്റിൽ എസ്പെഷ്യലി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ സാധിക്കണം. ഞാൻ ഇതാണ് എൻ്റെ ഒരു ഓത്തന്റിക് വേർഷൻ, ഞാൻ ഇത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം അട്രാക്റ്റീവ്, ഐ എം വെൽത്തി, ഐ എം ഹെൽത്തി. ഇതൊക്കെ നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യുന്നതോ അഫേം ചെയ്യുന്നതോ മെയിൻലി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, നൈറ്റ് ടൈം നിങ്ങൾ വൈസ് ആയിട്ട് യൂസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ നീങ്ങുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ ചില കണക്ഷനിൽ ഫെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞ്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യാണ്. ഓക്കെ, സോ ചില ഡിറ്റാച്ച്മെന്റ് അവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് യു ഗൈസ് ഡിസേർവ് ബെറ്റർ. ഓക്കെ, ഒന്നും നിങ്ങൾ വളരെ അഡ്മയർ ചെയ്ത് കാണരുത്, അല്ലെങ്കിൽ ഒന്നും വലിയൊരു പ്രയോറിറ്റിയിൽ നിങ്ങൾ കാണരുത്. ബിക്കോസ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ര ഒരു ഭംഗിയോട് കൂടിയിട്ട് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു നേച്ചർ എനർജി, അതായത് ഒരു ഫെമിനിൻ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക, കെയർ ചെയ്യുക, സ്നേഹിക്കുക, റൈറ്റ്? ഒരു അമ്മേനെ പോലെ, അല്ലെങ്കിൽ ഒരു ഭാര്യനെ പോലെ, ഒരു കാമുകിയെ പോലെ, വെദർ നിങ്ങൾ മെയിലോ ഫീമെയിലോ ആരോ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് ആരോടോ തോന്നിയിട്ടുണ്ടായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ എന്തിനോടോ തോന്നിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരോടും തോന്നിയിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ഉള്ളിലെ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ്, നിങ്ങൾ എന്തിനാണ് അത് കൊടുത്തത്, അത് വലിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ബിക്കോസ് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. അതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് അത്ര ഒരു വാല്യൂ ആ ഒരു കാര്യത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി അതിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇറ്റ്സ് ബിക്കോസ് നിങ്ങൾ ആ ഒരു കാര്യത്തിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് അറിയില്ല ഇത് എത്രമാത്രം ആളുകൾക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ വർക്ക് പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല പൊസിഷൻസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പ്രൊമോഷന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ബെറ്റർ പൊസിഷൻ, ഞാൻ പ്രൊമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് സ്ഥാനത്താണോ നിൽക്കുന്നത് അവിടെ അതിന് മുന്നോട്ട് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബെറ്റർ പൊസിഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കുക. ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഒന്നുകിൽ നിങ്ങളൊരു ഭാര്യയോ ഭർത്താവോ ആവുന്നതായിരിക്കാം, അമ്മയോ അച്ഛനോ ആവുന്നതായിരിക്കാം, പേരച്ഛനോ പേരമ്മയോ ആവുന്നതായിരിക്കാം. ഓക്കെ, അതായത് ചില കാര്യങ്ങൾ ചില ബർത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ജന്മം കൊടുക്കുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന്. അത് ഒന്നുകിൽ ഹ്യൂമൻ ആയിരിക്കാം, നിങ്ങൾ ആർക്കെങ്കിലും ബർത്ത് കൊടുക്കുന്നതായിരിക്കാം, ഓർ ഫൈനാൻഷ്യലി ഉണ്ടാവാൻ പോകുന്ന പുതിയ കാര്യമായിരിക്കാം. ഓക്കെ, സോ എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, അത് പ്രോബബ്ലി ഇതുവരെ നിങ്ങൾ ടച്ച് ചെയ്യാത്തൊരു കാര്യമായിരിക്കാം. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതുവരെ ഏൺ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ അതിൽ കൂടുതൽ ഏൺ ചെയ്യാൻ പോവായിരിക്കാം. നിങ്ങളുടെ ഇൻകത്തിൽ അങ്ങനത്തെ ഒരു മാറ്റം, നിങ്ങളുടെ പൊസിഷനിൽ അങ്ങനത്തെ ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദത്തിൽ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പുതിയ ആളുകൾ. ഓക്കെ, കംപ്ലീറ്റ്ലി പുതിയ ആളുകൾ. ചില ആളുകൾക്ക് നിങ്ങൾ വരാൻ പോകുന്ന റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ ലൈഫിലെ ഒരു അസറ്റ് ആണ് ചില ആളുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ, നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്ന പൊസിഷൻ.
ഓക്കെ, പദവി ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു അസറ്റ് ആവാൻ പോവാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു വെപ്പൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹോപ്പാണ്. ഒന്നും ഉണ്ടാവില്ല ചില ആളുകൾക്ക്. എനിക്കറിയാം, നിങ്ങൾ റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി സെറ്റിൽ ആയിട്ടുണ്ടാവില്ല, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഹോപ്പ് ആയിരിക്കാം, റൈറ്റ്? ചില കാര്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആ ഒരു ഹോപ്പ് ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളത് അച്ചീവ് ചെയ്യാം. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ജേർണിയിൽ കൂടിയാണ് പോകുന്നത്. സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് വളരെ സ്പെഷ്യലാണ് ചില ആളുകൾക്ക്. നിങ്ങൾ പറയാം എന്താണോ ഈ ഒരു സമയത്തിനുള്ളിൽ, നവംബർ മാസം ഡിസംബർ മാസത്തിനുള്ളിൽ നിങ്ങൾ എന്താണ് അത്ര സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ പറയാൻ മറക്കരുത്. അത് നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ആളുകളാണ് ചില ആളുകൾക്ക്. ഇറ്റ്സ് ലൈക്ക് വിഷ് കം ട്രൂ പോലത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ട് ചില ആളുകൾക്ക്, ചില ആളുകൾക്കല്ല, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഡെസ്റ്റിനി കാർഡ് റിവേഴ്സ് ആയിട്ട് വന്നത്? ബിക്കോസ് യു ആർ ദി ക്രിയേറ്റർ. ഓക്കെ, സോ നിങ്ങൾ ഇതെൻ്റെ ലൈഫിലില്ല, അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനിയിൽ ഇല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എഴുതിയ പോലെയല്ലേ വരാൻ പറ്റുള്ളൂ, അല്ലേ? ദൈവം വിചാരിക്കുന്നത് പോലെയല്ലേ വരാൻ പറ്റുള്ളൂ. നോ ഗൈസ്, യു ആർ ദ ക്രിയേറ്റർ. യു ഡിമാൻഡ്. ഓക്കെ, സോ അതാണ് ഡെസ്റ്റിനി. ഡെസ്റ്റിനി ഇല്ല അവിടെ നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഡെസ്റ്റിനിയുള്ള കാര്യമില്ല. ഡെസ്റ്റിനി നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഡെസ്റ്റിനി അവിടെ ഇൻവോൾവ് ആവുന്നില്ല, ബിക്കോസ് നിങ്ങളാണ് ഒരു ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഇംപോസിബിൾ എന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപോസിബിൾ ആണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനി തിരുത്തി എഴുതും. ഓക്കെ, സി, നിങ്ങൾ ആ ഡെസ്റ്റിനി തിരുത്തി എഴുതും. എന്തെങ്കിലും ഒരു കാര്യം ഇംപോസിബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇമോഷണൽ ആളുകളുടെ പേരിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് കുറച്ചൊരു ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, വിധി പോലെയല്ല ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. യു ഹാവ് ഓൾ ദ ഫ്രീഡം. യാത്ര ചെയ്യുക, കുറേ യാത്ര ചെയ്യാനുണ്ട്. ചില ആളുകൾ ആദ്യമായിട്ടൊക്കെ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ, പുതിയ കാഴ്ചകൾ കാണുന്നുണ്ട്. Hope you like this reading. Let's move to group number 3 now. Hey, group number 3. What is next in your life? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇവിടെ കുറേ ക്യാൻഡിൽസ് കത്തിച്ചു വെച്ചതുകൊണ്ട് ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ക്യാൻഡിൽസും കത്തിച്ചു വെച്ചു. ബിക്കോസ് യു ആർ സ്പെഷ്യൽ പീപ്പിൾ. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്കുള്ളൊരു സൈനും കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം. എന്തൊക്കെയാണോ ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫ്, മുന്നോട്ടുള്ള കാര്യം, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു സമയത്ത് എന്തിലേക്കാണോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഒരു കാര്യത്തിനെയും അത് എഫക്റ്റ് ചെയ്യാതെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. ആളുകളോ സിറ്റുവേഷനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ആഗ്രഹം, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 3 നോർമലി ഞാൻ കറണ്ട് ഇല്ലെങ്കിൽ ഓക്കെ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ബട്ട് എനിക്ക് നിങ്ങളുടെ റീഡിങ് ഇപ്പം തന്നെ വായിക്കണം എന്നുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ മെസ്സേജ് ആണ്. ഓക്കെ, സോ ഒരു കാര്യങ്ങളും എന്ത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ബിക്കോസ് ആ ഒരു ടൈമിലാണ് നിങ്ങൾ പിന്നീട് നിങ്ങളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വരുന്ന സമയത്ത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ പിറകോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ പ്രൗഡായിട്ട് തോന്നുള്ളൂ, അല്ലേ? ചില സ്ട്രഗിളൊക്കെ നല്ലതാണ്. നമ്മളുടെ ഒരു പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു ജേർണി വളരെ മറക്കാനാവാത്ത വിധം ഉണ്ടാക്കിയെടുക്കാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ ലൈഫിൽ നല്ലതാണ്. ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ കേൾക്കേണ്ട മെസ്സേജ് ആണ് ചില ആളുകൾ, റൈറ്റ്? നിങ്ങൾ പോകുന്ന ലൈഫ് സിറ്റുവേഷൻ അങ്ങനെയാണ്. സി, അത് പറഞ്ഞതും കറണ്ട് വന്നു. ലെറ്റ് മീ അറേഞ്ച്.
ബ്യൂട്ടിഫുൾ. ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓർ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുള്ള ചില കാര്യങ്ങൾ ഒന്ന് മാറിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്നിട്ട് എനിക്കൊന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. എന്നിട്ട് എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിചാരിക്കാതിരിക്കുക. ഓക്കെ. സോ നിങ്ങൾ ചെയ്യുക ചില കാര്യങ്ങൾ, നിങ്ങൾ ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കേണ്ട ഒരു ടൈമാണ്. ഓക്കെ. സോ മേ ബി ലൈക്ക് നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, ഈവൻ അത് നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങളുടെ അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, അത്ര സപ്പോർട്ടീവായിട്ട് നിന്നോളണം എന്നില്ല. അത് അവർ സപ്പോർട്ട് അല്ലാത്തത് കൊണ്ടല്ല, മേ ബി ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. റൈറ്റ്. സോ ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങൾ നിങ്ങൾ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും എന്നുള്ളതല്ല, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ട്. ബട്ട് അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നത്തെ നല്ല രീതിയിൽ ഇഗ്നോർ ചെയ്യാനോ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ഒരു കാര്യത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, വേറെ ഒന്നിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് ആളുകളായിരിക്കും. ആളുകൾ പറയുന്ന കാര്യത്തിൽ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാതിരിക്കുക. അത് അവർ നല്ല രീതിയിൽ പറയുന്നതായിക്കോട്ടെ, സ്നേഹത്തോടു കൂടി പറയുന്നതായിക്കോട്ടെ. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റാളുകൾ എന്തെങ്കിലും സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വശത്തിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക. സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇങ്ങനെ സ്ഥിരമായിട്ട് സെന്റിമെന്റൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്, അയ്യോ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അതായത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ, ഓക്കെ, നിങ്ങൾ അങ്ങനെ ചില ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? അത് ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും സ്നേഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷനും ആയിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബട്ട് നിങ്ങൾ അത് ഡിഫറെന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ലൈഫിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാം. അവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഓക്കെ, എന്താണോ നിങ്ങൾ വളരെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്നത്, അതൊന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ കണ്ണ് തുറന്നു കാണണം. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ. ഒന്നും ശരിയായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ആരെങ്കിലും ശരിയായിട്ട് എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തിലാണ്. ഗ്രൂപ്പ് നമ്പർ 3. ആരോ നിങ്ങളെ പ്രശ്നത്തിലാക്കുന്നുണ്ട്. ആരോ നിങ്ങൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇമോഷണലി ആയിരിക്കാം, റിലേറ്റ് ചെയ്യാം. ഓക്കെ. ഇത് ചില ആളുകൾക്കുള്ള മെസ്സേജ് ആണ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂസ് സം അതർ പൈൽ. ഗ്രൂപ്പ് നമ്പർ 3. ബിക്കോസ് ഇത് ഇങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. ഫൈനാൻഷ്യലി നിങ്ങൾ ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമോഷണലി, അതായത് സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ. സോ ഫൈനാൻഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾ ഫൈനാൻഷ്യലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ്, ബട്ട് അവിടെ നിങ്ങൾ ആരെങ്കിലും ഫൈനാൻഷ്യലി നിങ്ങളുടെ ബെനിഫിറ്റ്സ് എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു വാർണിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കുള്ള ഒരു റെഡ് ഫ്ലാഗ് ആണ്. നിങ്ങളത് മനസ്സിലാക്കാതെ പോകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, നിങ്ങൾ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. ഓക്കെ. ആ ഒരു കാര്യം അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്തും അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് കണ്ണ് തുറന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ്, കാണാൻ തുടങ്ങുന്ന സമയത്താണ്, ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്യുക. ഓക്കെ. നിങ്ങളത് അപ്ലൈ ചെയ്യുക. സോ ചില പ്ലേസിൽ ഇമോഷൻസ് നിങ്ങൾക്ക് സെറ്റ് ആവില്ല. ഗ്രൂപ്പ് നമ്പർ 3. ഇമോഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യരുത്. എസ്പെഷ്യലി നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചറിയാൻ പോകുന്നൊരു അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി വരുന്നൊരു സമയമാണ്. ഓക്കെ. സോ നിങ്ങൾ സമാധാനം ചൂസ് ചെയ്യാണ്.
ഇൻസ്റ്റെഡ് ഓഫ് കൺഫ്യൂഷന് പകരം ചില കാര്യങ്ങൾ എൻഡ് ആവാണ്, ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ റീകണക്ട് ചെയ്യാൻ വേണ്ടി. ചില കാര്യങ്ങൾ എൻഡ് ആവണം. എപ്പോഴും എല്ലായ്പ്പോഴും ഒരേ അവസ്ഥയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല അല്ലെ. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ ഒരു മാറ്റങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാനും ചില കാര്യങ്ങൾ സംസാരിക്കാനും റെഡി ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നിങ്ങൾ ചില ആളുകൾ ജോബ് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ജോബിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അതായത് നിങ്ങളൊരു ജോബ് വിട്ട് പുതിയൊരു ജോബിലേക്ക് വരുന്നുണ്ടായിരിക്കണം. റിലേഷൻഷിപ്പിൽ ചില ക്ലോഷർ ഉണ്ടാവുന്നുണ്ട്. സോ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ചില ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളോ നിങ്ങൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്കറിയാം അത് എവിടെയാണ് അല്ലെങ്കിൽ ആരുമായിട്ടാണ് എന്നുള്ളത്. സോ അങ്ങനത്തെ പ്ലേസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഇതുപോലെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളായിക്കോട്ടെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും അവിടെ വേറൊരാൾക്കും അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ തന്നെയാണ് വന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സി സോ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ട് വരികയാണ്. ഫൈനലി ചില ആളുകൾ നിങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ കൂടെ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കൊണ്ട് ഉണ്ടാവുന്ന ചില സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അത് ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്ന രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ നിൽക്കെ തന്നെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഹാബിറ്റ്സോ ബെറ്റർ ആയിട്ടുള്ള ഇമോഷൻസോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്യും, ഇവിടെ ഞാൻ സേഫ് ആണ്, ഇവിടെ ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്, ഫൈനാൻഷ്യലി ഞാൻ സേഫ് ആണ്, ഫൈനാൻഷ്യലി എനിക്ക് നല്ല ഫൈനാൻഷ്യലി എനിക്ക് നല്ല അവസരങ്ങൾ എൻ്റെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് പറയാം. ഞാൻ ഇവിടുന്ന് സേഫ് ആണ്. നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ഡിവൈൻലി സേഫ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. എന്നെ അർഹിക്കാത്ത ഒരു പ്ലേസിലോ ആളുകളിലോ സിറ്റുവേഷനിലോ ഞാൻ നിൽക്കില്ല എന്നുള്ളത് പറയാം. ഞാൻ അങ്ങനത്തെ പ്ലേസിൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്താന്നുള്ളത് ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ നിങ്ങളെ തിരിച്ചറിയാൻ പോകുന്ന ഒരു ടൈമാണ്. നിങ്ങളെ കൂടുതൽ അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത്ര കാലമായിട്ട് പല സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് ഫൈനലി അവിടെ ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള ശരികൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ആക്ഷൻ അവിടെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. സോ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ തിരിച്ചറിയാണ്, നിങ്ങൾ സ്വയം റെക്കഗ്നൈസ് ചെയ്യാണ്, സ്വയം അംഗീകരിക്കുന്ന സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവാണ്. അതാണ് നിങ്ങൾ ഇപ്പം എവിടെ നിൽക്കുന്നോ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത്. ഇപ്പം നിങ്ങളെ എങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അവിടെ നിങ്ങൾ സേവ് ചെയ്യാണ്, ലിറ്ററലി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സേവ് ചെയ്യുന്ന ഒരു മൊമെന്റിലൂടെയാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ അംഗീകരിച്ച് തുടങ്ങുന്ന സമയത്ത് സിറ്റുവേഷനിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മളാണ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ മാറ്റങ്ങൾ എടുക്കുന്ന സമയത്താണ് നമ്മൾ സറൗണ്ടിങ്ങിൽ അങ്ങനത്തെ മാറ്റങ്ങൾ സംഭവിക്കുക. റൈറ്റ്, സോ അഗെയിൻ ഫൈനാൻഷ്യലി നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഇന്ന് നിങ്ങൾ എന്ത് ഏൺ ചെയ്യുന്നു അത് ആയിക്കൊള്ളണമെന്നില്ല വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇൻകത്തിൽ, നിങ്ങളുടെ വരുമാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ക്യാഷിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുറച്ചുകൂടി ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഫൈനാൻഷ്യലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രഗിൾ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ പവർഫുൾ ആയിട്ടുള്ള സെൽഫ് ടോക്ക്, അഫർമേഷൻ. ഓക്കെ, ക്യാഷ് നിങ്ങളുടെ ലൈഫിൽ എഫേർട്ട്ലെസ്ലി ഫ്ലോ ചെയ്യുന്നുണ്ട്. പണം പല അവസരങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് പറയാം. എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഫൈനാൻഷ്യലി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് വളരെ ഡിവൈൻലി സേഫ് ആണ്, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി ഈ ഒരു അവസരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ എനിക്ക് ഉണ്ടാവുന്നുണ്ട്, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ എന്നുള്ളത് പറയാം. ഈവൻ എത്ര വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ കൂടി ആയിക്കോട്ടെ നിങ്ങൾ പോകുന്നത്, ഈവൻ നിങ്ങൾക്ക് എത്ര കടബാധ്യതകൾ ഉണ്ടായിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾ ലൈഫ് എൻഡാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ഡിസംബർ ടൈം വരെ നിങ്ങൾ കൊടുക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുപോലെ ഫൈനാൻഷ്യലി ജോബ് ഇല്ല, ജോബ് കിട്ടിയില്ല,
അങ്ങനത്തെ സ്ട്രഗിൾ ആയിരിക്കാം. ചില പ്ലേസിൽ ചില ആളുകളുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് ഓടണമെന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിരിക്കാം. റൈറ്റ്? ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ. ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു മെന്റൽ പീസിനാണ്. നിങ്ങളുടെ ഒരു പ്രശ്നം എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ എടുത്ത് കാണിക്കേണ്ട ഒരു കർട്സി എന്ന് പറയുന്നത്. ഓക്കെ? അല്ല, അവിടെ നിന്നാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുക, നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് പറയാ. ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കരുത്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ? അത് ഞാനിത് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു റൈറ്റ് പാത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സമയം പോലും നിങ്ങൾ വേസ്റ്റ് ആക്കാതെ. ഓക്കെ? ഒരു കാര്യം ഫിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. ഇനീഷ്യലി നിങ്ങളുടെ റീഡിങ് തന്നെ ആ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ് തന്നത്. ഓക്കെ? വിളിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് റീഡ് ചെയ്യുന്ന സമയത്ത്. ബട്ട് എനിക്ക് ആ ഒരു റീഡിങ് ചെയ്യാൻ ആ ഒരു സമയത്താണ് തോന്നിയത്. അങ്ങനെ ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കറണ്ട് വന്നു. ഓക്കെ? സോ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. നിങ്ങൾ പണം അന്വേഷിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം അവിടെ ഉണ്ടാവും. നിങ്ങൾ ചില കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അവിടെ ഫ്രീ. ഓൾറൈറ്റ്? സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയല്ല പോകുന്നത്. എവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണോ അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടാവുന്നുണ്ട്, ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിലെ ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ? ഇന്ന് നിങ്ങൾ ഏത് അവസ്ഥയിൽ എന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി അങ്ങനെയല്ല സിറ്റുവേഷൻസ് മാറുക. അവിടെ ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവണം. ഒരിക്കലും നിങ്ങൾ ആളുകളിൽ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക, ഇമോഷണലി നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ? ആൻഡ് ഐ ക്യാൻ സീ വളരെ യങ് ആയിട്ടുള്ള ഒരു ലേഡി ഇരുന്ന് കരയുന്നുണ്ട്. ഗെറ്റ് അപ്പ്. ഓക്കെ? സോ ചില ആളുകൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് നിങ്ങൾ എടുത്തിട്ടുള്ള ചില ആക്ഷൻസ് കൊണ്ടാണ്, അല്ലെ? നിങ്ങളുടെ ചില മിസ്റ്റേക്സിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം ചില ആളുകൾ. ഫൈനാൻഷ്യലി നിങ്ങൾ എന്തൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ. ഫൈനാൻഷ്യലി നിങ്ങൾ എന്തൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ? മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഫൈനാൻഷ്യലി ആർക്കും ഒരു പ്രൊവൈഡർ ആയിട്ട് നിൽക്കുന്നതായിരിക്കാം. ആൻഡ് കമോൺ ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 3 ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അഗെയിൻ മണി എന്ന് പറയുന്നത് എനർജിയാണ്. അത് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, അല്ലെങ്കിൽ സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക. ഓക്കെ? ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും നിങ്ങളുടെ സ്നേഹമോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമോ നിങ്ങളുടെ എഫേർട്സോ മിസ്യൂസ് ചെയ്യില്ല. എന്തോ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത് റിലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകിൽ അത് നിങ്ങളുടെ അടുത്ത് തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ? സോ ഇത് ഞാൻ പറയുന്നത് ഇതാണ്, ഇത് നിങ്ങൾ ചെയ്താലേ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അവയർനെസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള പ്ലേസിൽ ഇട്ട് പോവാതിരിക്കുക. ഈ സമയത്ത് നിങ്ങൾ സ്വയം ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടറിഞ്ഞിട്ട് അതിന് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യും. ട്രസ്റ്റ് മീ ഗൈസ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ പാറ്റേണിൽ ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ജോബ് കിട്ടും ചില ആളുകൾക്ക്. നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടിയാണോ പോകുന്നത്, എന്താണോ ലൈഫ് നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നത്, കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ടായിരിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു കൺഫർമേഷൻ ബ്ലെസ്സിങ്. നിങ്ങൾ ഈ സമയം കേൾക്കേണ്ട ഒരു കാര്യം അതാണ്. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഒരുപാട് പേടിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റക്ക് ആവുന്നുണ്ടായിരിക്കണം. അങ്ങനെയല്ല, സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ചേഞ്ച് ആവും. ഓക്കെ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ? കുറച്ചൊരു പ്രോസ്പെരിറ്റി, ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യൽ പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ നിങ്ങൾ വലിയ കാര്യത്തിലേ എടുക്കരുത്. നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകൾ, കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ, ആങ്സൈറ്റി, പേടി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക. എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് ആങ്സൈറ്റി, എനിക്ക് പേടി എന്ന് പറഞ്ഞ് അതുണ്ടായിക്കോട്ടെ,
അത് നിങ്ങൾ സ്ട്രോങ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ അത് വർക്ക് ചെയ്യുക, അന്ന് പുറത്തേക്ക് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ആ ഒരു സ്ട്രോങ് വാക്കുകളാണ്. ഓക്കെ, അഫർമേഷൻസ് ആണ്, അതായത് സെൽഫ് ടോക്ക് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 3. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.